വടകര മുനിസിപ്പാലിറ്റിയിൽ സമസ്ത മേഖലയിലും വികസനം എത്തിക്കാൻ കഴിഞ്ഞതായും കഴിഞ്ഞ തവണ പ്രകടന പത്രികയിലെ 115-ൽ 109 നിറവേറ്റാൻ കഴിഞ്ഞതായും LDF നേതാക്കൾ പറഞ്ഞു. വടകര പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച തദ്ദേശം 2025 മീറ്റ് ദ പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ഇവർ. ആത്മാഭിമാനത്തോടും ആത്മവിശ്വാസത്തോടും കൂടിയാണ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വടകര നഗരസഭയിൽ ജനങ്ങളോട് വോട്ട് അഭ്യർത്ഥിക്കുന്നതെന്ന് LDF മുനിസിപ്പൽ കമ്മിറ്റി കൺവീനർ KC പവിത്രൻ പറഞ്ഞു. വടകര ജേർണലിസ്റ്റ് യൂണിയൻ സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസ് പരിപാടി തദ്ദേശം 2025 സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെച്ച പ്രകടന പത്രികയിൽ 115-ൽ 109 ഇനങ്ങളും യാഥാർത്ഥ്യമാക്കി. സംസ്ഥാന സർക്കാരിന്റെയും തദ്ദേശ ഫണ്ടും വിനിയോഗിച്ച മറ്റു നിരവധി ജനക്ഷേമ പദ്ധതികളും നടപ്പിലാക്കി. നഗരസഭയിൽ 202 കുടുംബങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്നും സർക്കാരിനൊപ്പം ചേർന്ന് മോചിപ്പിക്കാൻ കഴിഞ്ഞു. കഴിഞ്ഞ തവണ നേടിയതിനേക്കാൾ കൂടുതൽ സീറ്റുകളുമായി ഇത്തവണയും നഗരസഭയിൽ LDF അധികാരത്തിലെത്തും. പരിപാടിയിൽ ചെയർപേഴ്സൺ KP ബിന്ദു, തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ C കുമാരൻ എന്നിവർ പങ്കെടുത്തു. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് VP പ്രമോദ് അധ്യക്ഷത വഹിച്ചു. സജിത്ത് വളയം സ്വാഗതവും OK വിനോദ് നന്ദിയും പറഞ്ഞു. തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ വളരെ ആത്മവിശ്വാസത്തോടെയും അതുപോലെ തന്നെ അഭിമാനത്തോടെയാണ് നമ്മൾ ജനങ്ങളോട് വോട്ട് അഭ്യർത്ഥിക്കുന്നത്. കഴിഞ്ഞ മുനിസിപ്പൽ കൗൺസിൽ വരുന്നതിന് മുമ്പേ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ള 115 വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ പ്രകടന പത്രികയിൽ നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ള വാഗ്ദാനങ്ങളിൽ 109 എണ്ണവും വിജയകരമായി പൂർത്തിയാക്കുകയും ബാക്കിയുള്ളവ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു അഭിമാനം വടകര നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉണ്ട്. മാത്രമല്ല, സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്ന നിലക്ക് വടകര നഗരസഭയെ നമ്മൾ അതിദാരിദ്ര്യ മുക്തമാക്കി കഴിഞ്ഞു. പ്രഖ്യാപനം നടത്തുന്നതിന് വടകര നഗരസഭ പ്രഖ്യാപനം നടത്തി. മൊത്തം കേരളത്തോടൊപ്പം വടകര നഗരസഭയും അതിദാരിദ്ര്യ മുക്തമായി കഴിഞ്ഞു. വടകരയിലിപ്പോൾ പാർപ്പിടമില്ലാത്ത മുഴുവൻ ആളുകൾക്കും പാർപ്പിടം നൽകും എന്ന് കൊടുത്തിട്ടുള്ള വാഗ്ദാനം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. 779 വീടുകളാണ് ഈ നഗരസഭയിൽ നമ്മൾ പാർപ്പിടമില്ലാത്ത ആളുകൾക്ക് നിർമ്മിച്ചു കൊടുത്തിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ 202 പേരെയാണ് നമ്മൾ അതിദാരിദ്ര്യ മുക്തമാക്കി മാറ്റിയത്. അതുപോലെ തന്നെ നമ്മൾ വടകര നഗരസഭയിൽ ഇപ്പോൾ 62 ലക്ഷം കുടുംബങ്ങൾക്ക് ക്ഷേമ പെൻഷൻ, സുരക്ഷാ പെൻഷനൊക്കെ നൽകുന്ന സമയത്ത് വടകര മുനിസിപ്പാലിറ്റിയിൽ മാത്രമായി 11,000-ലേറെ ആളുകളെയാണ് ഈ പെൻഷൻ പദ്ധതിയിൽ അവരെ അർഹരായവരെ കണ്ടെത്തുകയും അത് വിതരണം ചെയ്യാനൊക്കെയുള്ള ഉത്തരവാദിത്വം നഗരസഭക്കാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ വലിയ ഇടപെടലാണ് ഈ അർഹരെ കണ്ടെത്തുന്നതിലും അത് വിതരണം ചെയ്യുന്നതിലും ഒക്കെ നടത്തിയിട്ടുള്ളത്. ഇതിനപ്പുറത്തേക്ക് വെച്ച് പരിശോധിക്കുമ്പോൾ വടകര നഗരസഭ നടത്തിയ പ്രവർത്തനങ്ങൾ, ഈ പ്രകടന പത്രികയിൽ പറഞ്ഞതിനപ്പുറത്തേക്ക് നടത്തിയ പ്രവർത്തനങ്ങൾ ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും വേണമെങ്കിൽ ദേശീയ തലത്തിലും എന്ന് പറയാം വലിയ പുരസ്കാരങ്ങളൊക്കെ നേടിയിട്ടുള്ള അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഈ മാലിന്യമുക്ത പരിപാടിയുടെ ഭാഗമായി നമ്മൾ സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ ജില്ലയിലുമൊക്കെ ഏറ്റവും മികച്ച പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത്. മാത്രമല്ല, നമ്മൾ മാലിന്യമുക്തമായി 2021 തന്നെ പ്രഖ്യാപിക്കപ്പെട്ട നഗരസഭയാണ് നമ്മുടെ നഗരസഭ എന്ന് പറയുന്നത്. അതുപോലെ നടത്തിയിട്ടുള്ള ഒട്ടനവധി പ്രവർത്തനങ്ങൾ എടുത്തു വെച്ചൊക്കെ ജല ബജറ്റ് ആദ്യമായി അവതരിപ്പിച്ച മുനിസിപ്പാലിറ്റിയാണ് വടകര മുനിസിപ്പാലിറ്റി. വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ നടത്തിയിട്ടുള്ള പ്രവർത്തനം എന്ന് പറയുന്നത്, സാധാരണ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഈ വിദ്യാഭ്യാസ രംഗത്ത് ഇടപെടൽ അമാന്തിച്ച് നിൽക്കുന്ന സമയത്താണ് വടകര നഗരസഭയിൽ സ്പേസ് എന്ന പേരിൽ വലിയ രൂപത്തിലുള്ള പ്രവർത്തനം നടത്തുകയും നമ്മുടെ നഗരസഭയിലെ വിദ്യാലയങ്ങളെ മൊത്തം കോർത്തിണക്കിക്കൊണ്ട് അവിടെയുള്ള കുട്ടികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഒക്കെ വിദ്യാഭ്യാസ ഗുണമേന്മ വർദ്ധിപ്പിക്കാൻ ആവശ്യമായ ഇടപെടൽ നടത്തിയത്. യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി കിഫ്ബിയുടെ പ്രോജക്റ്റ് നിലവിലുണ്ട്. ആ കിഫ്ബി പ്രോജക്റ്റിൻ്റെ DPR തയ്യാറാക്കുന്നത് റാം ബയോളജിക്കൽ എന്ന ഒരു സ്ഥാപനമാണ്.
അതിൻ്റെ സാങ്കേതിക അനുമതിയും കാര്യങ്ങളൊക്കെ തന്നെ ലഭ്യമാക്കി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായിട്ട് ചെറിയ ചെറിയ പ്രയാസങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാരണം റോഡ് കട്ട് ചെയ്തുകൊണ്ട് നാരായണ നഗരത്തേക്കുള്ള പ്ലാന്റിനെ വികസിപ്പിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പൈപ്പ് സംവിധാനമൊക്കെ, അതായത് ഹോട്ടലുകളിൽ നിന്ന് മുഴുവനായിട്ടും പൈപ്പ് ഇട്ടുകൊണ്ട് പൈപ്പിലേക്ക് കണക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ആ ഒരു സമഗ്ര അഴുക്കുചാൽ പദ്ധതി എന്ന ആ ഒരു കിഫ്ബി പ്രോജക്റ്റ് വിഭാവനം ചെയ്യുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് ദേശീയപാത മുറിച്ച് കടന്നുകൊണ്ടുള്ള ആ ഒരു പ്രവൃത്തിയുമായിട്ട് മുമ്പോട്ടേക്ക് പോകാനുള്ള സാങ്കേതിക പ്രയാസം ആ DPR തയ്യാറാക്കുന്ന റാംബയോളജിക്കൽ എന്ന സ്ഥാപനം നമ്മളെ അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ സാങ്കേതിക പ്രയാസങ്ങളൊക്കെ തന്നെ മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള ആവശ്യമായ ഇടപെടലുകൾ അവരും നഗരസഭയും ചെയ്തു വരുന്നുണ്ട്. പ്രോജക്റ്റ് കിഫ്ബിയാണ്.